ശ്രീ VPP മുസ്തഫ, VD സതീശന്റെ ഇന്നത്തെ കന്നി ബജറ്റിൽ പ്രതിപക്ഷം എന്തെങ്കിലും വിസ്മയങ്ങൾ കണ്ടോ? വിസ്മയങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് ഇന്ന് രാവിലെ മുതൽ ബജറ്റ് അവതരണം കഴിഞ്ഞത് മുതൽ നമ്മുടെ നാട് മുഴുവൻ തപ്പി നോക്കിയിട്ട് UDF ആളുകൾക്ക് പോലും അങ്ങനെ ഒരു വിസ്മയം കാണാൻ വേണ്ടി കഴിയുന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഇവിടെ ഇപ്പോൾ ബജറ്റിനെ കുറിച്ചുള്ള പ്രതികരണം നടത്തുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് പോലും ഇതാ ഈ ബജറ്റിൽ ഇന്ന വിസ്മയമുണ്ടായി എന്ന് പറയാൻ വേണ്ടി സാധിക്കാത്തത്. അദ്ദേഹം മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ലാതെ ഇന്ന് ബജറ്റ് പ്രസംഗം ആരംഭിച്ചത് അങ്ങനെയാണല്ലോ, എന്തെങ്കിലും വിസ്മയം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ബജറ്റ് പ്രസംഗം ആരംഭിച്ച ആദ്യത്തെ ഒരു 3-4 മിനിറ്റിൽ നമ്മൾ കേട്ടതെന്താ? മുൻ സർക്കാരിനെ കുറിച്ചുള്ള വിമർശനം. അതിന് പ്രധാനവും എന്തോ വലിയ കടബാധ്യത, കടക്കണിയിലാണ് കേരളം എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം. ഇത് തന്നെയാണ് നമ്മൾ 4 ദിവസം മുമ്പ് ധവളപത്രത്തിലും കണ്ടിട്ടുള്ളത്. ഇത് അവർ കുറച്ച് കാലമായിട്ട് കൊണ്ടുവരുന്ന ഒരു നരേഷനാണ്. എന്നാൽ കേരളം എവിടെ നിൽക്കുന്നു എന്നുള്ളത് CAG റിപ്പോർട്ട് ഉൾപ്പെടെ നമ്മുടെ മുന്നിൽ ആധികാരികമായിട്ടുള്ള രേഖകളുണ്ട്. ഇവരുടെ രാഷ്ട്രീയ പ്രസംഗങ്ങളെക്കാൾ ഈ കക്ഷി രാഷ്ട്രീയം ഇങ്ങനെ വല്ലാതെ അന്ധത ബാധിച്ചു വന്നിട്ട് രാഷ്ട്രീയമുണ്ട്. ഞാൻ ആ രാഷ്ട്രീയമില്ല എന്നല്ല പറഞ്ഞത്. ബജറ്റിന് രാഷ്ട്രീയമുണ്ട്, ധവളപത്രത്തിന് രാഷ്ട്രീയമുണ്ട്, ഞങ്ങളുടെ ചർച്ചകൾക്ക് രാഷ്ട്രീയമുണ്ട്. എന്നാൽ തീർത്തും എല്ലാറ്റിനെയും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചു കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തമാണ് നമ്മൾ കണ്ടത്. അല്ലാതെ ഒരു വിസ്മയവും ഇതിനകത്തുണ്ടായില്ല. എന്താ കാണേണ്ട ഒരു സമീപനം? ഇവിടെ ഭാവി കേരളത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ദിശാസൂചിക നൽകാൻ, അങ്ങനെയാണ് അദ്ദേഹം പ്രസംഗം. ഈ കടത്തെക്കുറിച്ച് പറഞ്ഞിട്ട് വല്ലാത്ത കടക്കണിയിലാണ് നമ്മളെന്ന് പറഞ്ഞിട്ട് പ്രസംഗം ഉപസംഹരിക്കുന്നത് ഞങ്ങളിതാ ഒരു വലിയ ദിശാസൂചിയാണ് ഞാൻ ഈ 1.25 മണിക്കൂർ പ്രസംഗിച്ചത് എന്നാണ് പിന്നെ അദ്ദേഹം ഉപസംഹാരത്തിൽ പറയുന്നത്. അങ്ങനെ എന്ത് ദിശാസൂചിയാണ് ഭാവി കേരളത്തിന് വേണ്ടിയിട്ടുള്ളത് നമുക്ക് ഈ ബജറ്റിൽ നിന്ന്, ഈ 1.25 മണിക്കൂർ നീണ്ട ശ്രീ VD സതീശൻ്റെ പ്രസംഗത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്? LDF ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള അതേ ക്ഷേമ പദ്ധതികൾ, ആനുകൂല്യങ്ങൾ, അതിൽ ചിലത് നിർത്തലാക്കി എന്നല്ലാതെ പുതുതായിട്ടൊന്നും വന്നിട്ടില്ലല്ലോ. പുതിയ ഏതെങ്കിലും രീതിയിൽ ഉള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. അവർ പറയുന്ന ഏറ്റവും വലുതായിട്ട് വരേണ്ടത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ആരംഭിക്കാൻ പോകുന്ന ഇൻഷുറൻസ് സ്കീമാണ്. അതിനെക്കുറിച്ച് ഒരു വ്യക്തതയും ഇല്ലാത്തത് കൊണ്ടാണല്ലോ വെറും 10 കോടി രൂപ മാത്രം നീക്കിവെച്ചുള്ളത്. എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഒരു ബ്ലൂ പ്രിന്റ് ഒന്നും ഇതുവരെ ആയിട്ടില്ല. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ 10 കോടി പോരല്ലോ. ഇത്രയും കേരളത്തിൽ ഏതാണ്ട് 75 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾ കേരളത്തിലുണ്ട്, 3.5 കോടി ജനങ്ങളുണ്ട്. ഇവരെ ആകെ കവറപ്പ് ചെയ്യുന്നതാണ് ഇൻഷുറൻസ് പദ്ധതി എങ്കിൽ 10 കോടി പോരല്ലോ. നമുക്കറിയാലോ, ഇത് വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ആകെ ഒരു 2.25 രൂപയാണ്, വെറും 2.25 രൂപയാണ് ഒരാൾക്ക് വേണ്ടിയിട്ട് വരിക. ഈ 10 കോടി വീതം വെച്ചാൽ അത് പോരല്ലോ പ്രീമിയം അടക്കാൻ ഈ ഇൻഷുറൻസ് പദ്ധതിക്ക്. അപ്പോൾ അങ്ങനെ വിസ്മയമായി തീരേണ്ട അവരുടെ തന്നെ ഈ ഇന്ദിരാ ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്കുള്ള ഒരു വിശദമായ പദ്ധതി രേഖയും അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഈ ബജറ്റിന്. മറിച്ച് പുതുക്കിയ ബജറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ജനുവരി മാസത്തിൽ അവതരിപ്പിച്ച ബജറ്റിൻ്റെ അതിനെയാണ് ആക്ഷേപിക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ് പ്രതിനിധി. പക്ഷേ അന്ന് വോട്ട് ഓൺ അക്കൗണ്ട് അല്ലേ വേണ്ടത്, ബജറ്റ് അല്ലല്ലോ വേണ്ടത്. പക്ഷേ ആ ബജറ്റിലെ കാര്യങ്ങൾ തന്നെ കുറേ വെട്ടിക്കുറച്ചു എന്നുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും പുതുമ നൽകാൻ ഈ ബജറ്റിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഉള്ള മാറ്റം എന്താണ്? ഇടതുപക്ഷം ശ്രമിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു പ്രത്യയശാസ്ത്ര ധാരണയനുസരിച്ച് പൊതുമേഖലയെ ശക്തിപ്പെടുത്താനാണ്. അതിനു പകരം കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ തുടർന്നു വരുന്ന സാമ്പത്തിക നയങ്ങളുടെ അതേ തുടർച്ചയിൽ അമിതമായ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ ഈ ബജറ്റിന്റെ. നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. കാരണം ഇത് പ്രതിപക്ഷ നേതാവ് ഇന്ന് വിമർശനമായി ഉന്നയിച്ചപ്പോൾ അതിന് വ്യക്തതയുള്ള ഒരു മറുപടിയായി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്, ഞങ്ങൾ ആ നയം പിന്തുടരുന്നവരാണ്. കേരളത്തിലെ പൊതുവികസനം സാധ്യമാക്കണമെങ്കിൽ സ്വകാര്യ നിക്ഷേപകരെ ആകർഷിച്ചേ കഴിയൂ. അതിന് സഹായകരമാകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നയങ്ങളിൽ വരുത്തും, തീരുമാനങ്ങളിൽ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രതിബന്ധമായി നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലഘൂകരിക്കുന്ന നടപടി സ്വീകരിക്കും. മാത്രമല്ല ശ്രീ VPP മുസ്തഫ, താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മുൻപ് ഇന്ന് വൈകിട്ട് ഏതാണ്ട് ഈ ബജറ്റിനെ വിശകലനം ചെയ്തുകൊണ്ട് മറ്റൊരു ചർച്ച, ഞാൻ തന്നെ നയിച്ച ചർച്ചയിൽ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് അദ്ദേഹം അതിൽ അതിഥിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് സ്വകാര്യ രംഗത്തുള്ള സ്വകാര്യ മേഖലയുടെ വരവിനെ അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നയസമീപനങ്ങളെ ഞങ്ങൾ എതിർക്കുന്നൊന്നുമില്ല. സ്വകാര്യ മൂലധനം ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരുന്നതിനും വികസനം സാധ്യമാക്കുന്നതിനും ഞങ്ങൾക്ക് തത്വത്തിൽ എതിർപ്പില്ല. പക്ഷേ ചില മേഖലകളിൽ അത് കൊണ്ടുവരുന്നതും അത് പൂർണ്ണമായി അതിന് അടിയറവ് പറയുന്ന ഒരു സമീപനത്തോടാണ് ഞങ്ങൾക്ക് വിയോജിപ്പെന്നാണ്. ആ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെയാണല്ലോ ശ്രീ VPP മുസ്തഫ ഈ വിഷയം താങ്കൾ ഉയർത്തുന്നത്.
അല്ല, അതിൽ സംശയം എന്താണെന്ന്, ഇവ സ്വകാര്യ നിക്ഷേപം എന്നതിനോട് ഞങ്ങൾ യാതൊരു, അത് ഈ കാലത്തൊന്നും അല്ലല്ലോ. ഇപ്പൊ 1957 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു സംസ്ഥാന ഭരണത്തിന്റെ അധികാരം കിട്ടിയത് കേരളത്തിൽ. അന്ന് സാക്ഷാൽ ബിർളയെ വിളിച്ചു കൊണ്ടുവന്നിട്ട് കോഴിക്കോട്ടം ബാവൂരിൽ ഗോളിയോർ റാൻഡ്സ് സ്ഥാപിച്ചവരല്ലേ ഞങ്ങൾ. കേരളത്തിന്റെ വ്യാവസായിക പുരോഗതിക്ക് സ്വകാര്യ നിക്ഷേപം ഉണ്ടാകണം, കേരളത്തിന്റെ പൊതു പുരോഗതിക്ക് സ്വകാര്യ നിക്ഷേപം ഉണ്ടാകണം. അത് 57 EMS ഗവൺമെന്റ് തൊട്ട് ഈ പിണറായി ഗവൺമെന്റ് വരെ സ്വീകരിച്ചിട്ടുണ്ട്. സഖാവ് തോമസ് ഐസക്കും ധനമന്ത്രിയായിരുന്നപ്പോൾ അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സ്വകാര്യ നിക്ഷേപത്തെ അല്ല എതിർക്കുന്നത്, സ്വകാര്യ മൂലധനത്തിന് സകലതും ചീരെഴുതുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇവിടെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്താ? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്. അവരുടെ നയം തന്നെ എന്താണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അരുൺ ഷൂരി എന്ന് പറയുന്ന ഒരു മന്ത്രി തന്നെ വാജ്പേയി ഗവൺമെന്റിൽ ഉണ്ടായത് എന്തിനാണ് ഗോപികൃഷ്ണൻ? അതെ, തൂക്കി വിൽക്കാനാണല്ലോ. ആ നയമാണ് അവർ സ്വീകരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം നിറക്കാൻ ഓരോ നിർമ്മലാ സീതാരാമന്റെ ഓരോ ബജറ്റിലും വരുന്നത് ആ നിലയിലല്ലേ? പൊതുമേഖലയുടെ വിൽപ്പനയല്ലേ? അതല്ലല്ലോ കേരളത്തിൽ LDF ഗവൺമെന്റ് സ്വീകരിച്ചത്. നമുക്ക് രണ്ടാം ഘട്ടത്തിൽ നമുക്ക് ഈ കാര്യം വിശദമായി ചർച്ച ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.